ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജദ്ദയിലെത്തും. ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയും പെറുവും സന്ദർശിക്കും. വാഷിംഗ്ടണിൽ നടക്കുന്ന IMF ലോകബാങ്ക് വാർഷിക വസന്തകാല യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് നാളെ കാസർഗോഡ് തുടക്കം. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംവാദ പരിപാടി സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാനെ 2 റൺസിന് തോൽപ്പിച്ച് ലക്നൌ. IPLൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 22-23 തീയതികളിൽ സൌദി അറേബ്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇതോടെ കൂടുതൽ ശക്തമാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ, ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, സമുദ്ര സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 3ാമത്തെ സൌദി സന്ദർശനമാണിത്. നാളെ രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ പുലർച്ചെ ജദ്ദയിലെത്തും. ജദ്ദയിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ചേർന്ന് തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സൌദി അറേബ്യ സന്ദർശന വേളയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ചയാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് ഇന്ത്യൻ നിലപാട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ വേദി ദുരുപയോഗം ചെയ്യുന്ന പാകിസ്ഥാൻ നടപടിയെ അദ്ദേഹം വിമർശിച്ചു. പാകിസ്ഥാന്റെ ശീലമാണിതെന്നും OICയിലെ സുഹൃത്ത് രാജ്യങ്ങളുമായി ഇന്ത്യ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ കൈമാറുമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. 17ാമത് സിവിൽ സർവീസ് ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. പൊതുഭരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരങ്ങളും ശ്രീ മോദി സമ്മാനിക്കും. ഈ വർഷം ജില്ലകളുടെ സമഗ്ര വികസനം, ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതി, നവീകരണം എന്നീ വിഭാഗങ്ങളിലായി 16 അവാർഡുകൾ സിവിൽ സർവീസുകാർക്ക് പ്രധാനമന്ത്രി സമ്മാനിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അമേരിക്ക, പെറു രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്ന് ആരംഭിക്കും. സാൻ ഫ്രാൻസിസ്കോയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഭാഗമായ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വികസിത ഭാരതം 2047നുള്ള അടിത്തറ പാകൽ എന്ന വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. വിശദാംശങ്ങളിലേക്ക്. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകോത്തര വിവരസാങ്കേതിക കമ്പനികളിലെ സിഇഒമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുന്നതിനൊപ്പം നിക്ഷേപകർ പങ്കെടുക്കുന്ന വട്ടമേശ സമ്മേളനത്തിലും ധനമന്ത്രി പങ്കെടുക്കും. പ്രമുഖ ഫണ്ട് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ സിഇഒമാരുമായും ശ്രീമതി സീതാരാമൻ സംവദിക്കും. സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ ആശയവിനിമയം നടത്തും. വാഷിംഗ്ടണിൽ നടക്കുന്ന IMF ലോകബാങ്ക് വാർഷിക വസന്തകാല യോഗങ്ങളിലും G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2ാമത് യോഗം, ഡെവലപ്മെന്റ് കമ്മിറ്റി പ്ലീനറി, IMFC പ്ലീനറി, ഗ്ലോബൽ സോവറിൻ ഡെറ്റ് റൌണ്ട് ടേബിൾ യോഗങ്ങളിലും ധനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 26-ന് ലിമയിൽ നിന്ന് ആരംഭിക്കുന്ന പെറു സന്ദർശനത്തിൽ പ്രസിഡന്റ് ദിന ബൊലിവാർട്ടെ, പ്രധാനമന്ത്രി ഗുസ്താവോ എൻറിയാൻസൺ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. പെറുവിലെ പ്രവാസി സമൂഹവുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ സംവദിക്കും. പെറു സന്ദർശന വേളയിൽ ഇന്ത്യയിലെയും പെറുവിലെയും ബിസിനസ് പ്രമുഖർ പങ്കെടുക്കുന്ന ഇന്ത്യ പെറു ബിസിനസ് ഫോറത്തിൽ കേന്ദ്ര ധനമന്ത്രി അധ്യക്ഷത വഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടക്കുന്നു. 50 നോൻപ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് ഇന്ന് ആഘോഷ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും പുലർച്ചെ വരെ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് മലങ്കര കാത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നേറ്റോ,
നേതൃത്വം നൽകി. എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികനായി. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും കണ്ണൂരിൽ ബിഷപ്പ് അലക്സ് വടക്കുംതലയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈസ്റ്റർ ദിനമായ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കും. ആഘോഷ പരിപാടികളിലും പങ്കെടുക്കും. ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കളും അതത് സ്ഥലങ്ങളിലെ ദേവാലയങ്ങളും മതമേലധ്യക്ഷന്മാരെയും സന്ദർശിച്ച് സ്നേഹ സന്ദേശങ്ങൾ കൈമാറും. നീതിന്യായ സംവിധാനത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുവെങ്കിലും മാനുഷിക ഇടപെടൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മേഘ്വാൾ. പൂനെയിൽ ഇന്നലെ നടന്ന നിയമ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കോർട്ട് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിർച്വൽ ഹൈക്കോടതി ബെഞ്ചുകൾ സ്ഥാപിക്കുമെന്നും നോട്ടറി സംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് 15 ദിവസം മാത്രമാണ് വേണ്ടിവരികയെന്നും ശ്രീ മേഘ്വാൾ പറഞ്ഞു. അഭിഭാഷകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വാൻസിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ജയ്പൂരും ആഗ്രയും സന്ദർശിക്കുന്ന വൈസ് പ്രസിഡന്റും സംഘവും ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉഭയകക്ഷി താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുപക്ഷവും ആശയങ്ങൾ പങ്കുവയ്ക്കും. ഉള്ളടക്ക സൃഷ്ടാക്കളുടെ ലോകം മൌലികമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിക്ക് മുന്നോടിയായി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉള്ളടക്ക സൃഷ്ടാക്കളുടെ സാമ്പത്തിക സാധ്യതകൾ ക്രമാനുഗതമായി വിശാലമാകുന്നതായും വേവ്സ് ഉച്ചകോടി മാധ്യമ വിനോദ മേഖലകൾക്കുള്ള ആഗോള വേദിയായി മാറുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാലിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ മേഖലാ അവലോകന യോഗം നടക്കും. ജില്ലാതല യോഗങ്ങൾക്ക് പുറമെയാണിത്. തിങ്കളാഴ്ച കാസർഗോഡാണ് വാർഷികാഘോഷത്തിന് തുടക്കം. മെയ് 30 വരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും. വയനാട് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിലെ ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ താക്കോൽ കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ്. മേപ്പാടി, മുട്ടിൽ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമിയിൽ 6 ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ നിർമ്മിച്ചത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനെ 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് മരിച്ച അടൂർ കടമ്പനാട് വടക്ക് തോയിപ്പാട്ട് അഭിരാം ഭവനിൽ അജിയുടെയും ഷാരിയുടെയും 4 വയസ്സുകാരൻ മകൻ അഭിരാമിന്റെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് 1-ന് വീട്ടുവളപ്പിൽ നടക്കും. പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 8ഓടെ വീട്ടിൽ എത്തിക്കും. തുടർന്ന് ഗണേശവിലാസം ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുദർശനവുമുണ്ടാകും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെത്തിയ NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് കണ്ണൂർ NCC 31 കേരള ബറ്റാലിയൻ, തലശ്ശേരി 1 കേരള ARTY BTY എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി കേഡറ്റുകളുമായി സംവദിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 2 റൺസ് ജയം. ലക്നൌ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസിലെത്താനേ സാധിച്ചുള്ളൂ. IPL അരങ്ങേറ്റം നടത്തി രാജസ്ഥാൻ യുവതാരം വൈഭവ് സൂര്യവംശി റെക്കോർഡ് ബുക്കിൽ ഇടം നേടി. 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് താരത്തിന്റെ അരങ്ങേറ്റം. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. പഞ്ചാബ് ബംഗളൂരുവിനെയും മുംബൈ ചെന്നൈയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജദ്ദയിലെത്തും. ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയും പെറുവും സന്ദർശിക്കും. വാഷിംഗ്ടണിൽ നടക്കുന്ന IMF ലോകബാങ്ക് വാർഷിക വസന്തകാല യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും.
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് നാളെ കാസർകോട് തുടക്കം. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംവാദ പരിപാടി സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാനെ 2 റൺസിന് തോൽപ്പിച്ച് ലക്നൌ. IPLൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.